നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഹാളാണ്. അപ്പൊ ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണത് ഇവിടെയാണ്. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പൊ രണ്ട് നല്ല വലിയ സോഫാസ് ഉണ്ട്. ഒരേ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മറ്റേ ലെതറിന്റെ മെറ്റീരിയൽ ആയത് കാരണം കൊണ്ട് എപ്പോഴും തണുത്തിരിക്കും. ആ ഒരു ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ TV, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഇപ്പുറത്താണ് നമ്മുടെ ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ചെറിയ ഡൈനിങ് ടേബിൾ, നാല് ചെയേഴ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇവിടെ പുറത്തേക്കുള്ള ഒരു വ്യൂ ഉണ്ട്. നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യണം നമ്മൾ അവിടെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ പുറത്ത് വേണമെങ്കിൽ വെയിലാകുമ്പോൾ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റണതും ഈ സ്പേസിലാണ്. ഇവിടെ ഒരു ഹാർട്ട് ഉണ്ട്. ജേക്ക് പുറത്ത് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജേക്ക് നമ്മുടെ വീടിനെ ഐഡന്റിഫൈ ചെയ്യണത് ഈ ഹാർട്ട് വെച്ചിട്ടാണ്. പിന്നെ നല്ല വ്യൂ ആണ് എവിടെ നോക്കിയാലും. പിന്നെ താഴത്താണ് നമ്മുടെ ബിന്ന് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വേസ്റ്റ് ഒക്കെ കളയുമ്പോൾ ബിന്നൊക്കെ നിറയുമ്പോൾ നമ്മൾ താഴത്തോട്ടാണ് പോണത്. ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ലോഞ്ചിൽ വന്ന് ജേക്കും അപ്പനും കൂടെ പ്ലാൻ ചെയ്തിട്ട് ജോയിലും കൂടെ പ്ലാൻ ചെയ്തിട്ട് സെറ്റ് ചെയ്താണത്. അവന്റെ ചെറിയ ഹോട്ട് വീൽസും ചെറിയ ചെറിയ കാസ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ട് പോയേക്കാണ്. അത് കാരണം കൊണ്ട് അതൊക്കെ വലിച്ച് വാരി എടുത്തു കഴിഞ്ഞപ്പോ അവന്റെ ടോയ് റൂം എത്ര മെസ്സായിട്ട് കിടക്കണം. ഇത് അറേഞ്ച് ചെയ്ത് വെക്കലായിരുന്നു ഇന്നത്തെ രാവിലത്തെ പണി. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അവന്റെ സ്കൂളിൽ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അവൻ പോയേക്കണേ. ഇതിന്റെ പുറകിൽ നമ്മള് ബെഡ്റൂമിൽ നിന്നും ജയിക്കുന്ന റൂമിൽ നിന്നും കണ്ട സെയിം വ്യൂ തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു ചെറിയ വീഡിയോ. അപ്പൊ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ ചാച്ചാ.